ഹേ ഫുഡ് ലവേഴ്സ്, നമുക്കിന്നൊരു ബീഫ് കറി ആയാലോ. ആദ്യം ചൂടാത്ത ചട്ടിയിലോട്ട് മല്ലി, കശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പം നമുക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫിലോട്ട് തട്ടാം. 2 സവാള, 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കരിവേപ്പിലയും നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ഒരു 1 അവർ റെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് നേരെ നമ്മുടെ കുക്കറിലോട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. ഞാൻ ഓൾറെഡി 1/2 ഗ്ലാസ് ഒഴിച്ചായിരുന്നു. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുക്കർ അടച്ചു വയ്ക്കുന്നത്. ഞാനിവിടെ 4 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. കുക്കറിന് വ്യത്യാസം അനുസരിച്ച് ഇറച്ചിയുടെ വേവിന് ഡിഫറൻസ് വരാം. ഇനി ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇതേ എണ്ണയിലോട്ടാണ് നമ്മുടെ പൊടി നമ്മളൊന്ന് മൂപ്പിക്കാൻ പോകുന്നത്. ഇറച്ചി മസാലയും ഇത്തിരി ചില്ലി പൗഡറും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫെനൽ സീഡും കറി ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ മാറ്റി വെച്ച് വേവിച്ച് വെച്ചിരുന്ന ബീഫും കൂടി ഇട്ട് ആ തേങ്ങാക്കൊത്തും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ റെഡി.